വീണ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അന്വേഷണത്തെ ഭയക്കുന്നില്ല. പിണറായി വിജയൻ സൂര്യനെ പോലെയെന്ന് താൻ പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമല്ലെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെയും. ഈ ഒരു ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ഏത് തരത്തിലാണ് കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിച്ചത്? KP, തീർച്ചയായും നമുക്കറിയാം CPM-ഉം അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം ഈ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വന്നതോടുകൂടി അവർ വലിയ പ്രതിരോധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. പക്ഷേ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളാണ്, ചില പ്രവർത്തനങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM-ൻ്റെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു, 2 ദിവസം സംസ്ഥാന സമിതിയും ചേർന്നു. അതിനുശേഷം വാർത്താലേഖകരെ കണ്ടപ്പോൾ ഇക്കാര്യങ്ങൾ MV ഗോവിന്ദൻ ആദ്യമേ പറഞ്ഞ കൂട്ടത്തിൽ ഈ അന്വേഷണത്തെ പറ്റി മിണ്ടിയതേയില്ല. ഇതെല്ലാം തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നവകേരള സദസ്സിനെ പറ്റിയും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഇതേപ്പറ്റി പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP കാട്ടുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണിത്. ഡൽഹിയിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ നടക്കുന്ന അന്വേഷണം ഒക്കെ ഇതിൻ്റെ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ അവർ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നു. പക്ഷേ കെജ്രിവാളിനെതിരെ അന്വേഷണം നടക്കുമ്പോഴും അല്ലെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ വരുമ്പോഴും ഇതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും BJP-യുമായി ചേർന്നുള്ളൊരു നീക്കം കോൺഗ്രസ് നടത്തുന്നു എന്ന് കുറ്റപ്പെടുത്താനും MV ഗോവിന്ദൻ മറക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും തടിതപ്പാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി സൂര്യനെ പോലെയുള്ള തൻ്റെ നേരത്തെയുള്ള പ്രസ്താവന വിവാദമായതിന് പിന്നാലെ അദ്ദേഹം ഒന്നുകൂടി അതിൻ്റെ വിശദീകരണം നൽകാൻ വീണ്ടും അതേ ആവർത്തനം തന്നെ നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ഇതൊന്നും മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്നില്ലല്ലോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ്, അതുകൊണ്ട് ഇതൊന്നും അദ്ദേഹത്തെ ഏക്കില്ല, അദ്ദേഹം സൂര്യനെ പോലെയാണ് എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ തീർച്ചയായും അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ വ്യക്തിപൂജയില്ല. CPM-ൽ ആരെയും വിഗ്രഹാരാധന ഇല്ല, ആരെയും വ്യക്തിപൂജ ഇല്ല. അത് നിലപാടുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അന്നേരത്തെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ സൂര്യനെ പോലെ എന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപൂജ ഇല്ല എന്ന് പറഞ്ഞ് അതിന് ചില വ്യാഖ്യാനങ്ങൾ നൽകാനുമാണ് MV ഗോവിന്ദൻ ഇന്ന് ശ്രമിച്ചത്. KP, വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം, മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം, അത്തരത്തിൽ വേണം MV ഗോവിന്ദന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കാൻ, അല്ലേ? തീർച്ചയായും മുഖം രക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. കാരണം ഇത്രയും ഒരു കേന്ദ്ര ഏജൻസി തന്നെ, കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി തന്നെ അന്വേഷിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാട് ഉണ്ട്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് അവർ മറ്റു ചില കാര്യങ്ങളിലൂടെ ഇതിനെ വളച്ചൊടിക്കുകയാണ്. കാരണം കേരളത്തിന് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നില്ല, കേരളത്തിനെ സാമ്പത്തികമായി ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതുകൊണ്ട് തെറ്റായ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ് ഈ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്താൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തെ കൂടി ക്ഷണിക്കുകയാണ്. നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരെ ചർച്ചയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സംയുക്തമായ ഒരു സമരം, അതായത് ഇന്ത്യ സഖ്യം കേരളത്തിൽ തന്നെ രൂപപ്പെടുത്തി അതിനുവേണ്ടി ഡൽഹിയിൽ നരേന്ദ്രമോദിക്കെതിരെ കൂട്ടായ സമരം നടത്താനുള്ള ഒരു ശ്രമം, അതിലൂടെ കോൺഗ്രസിൻ്റെ വായടച്ചുകൊണ്ട് തങ്ങൾക്കെതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം രാഷ്ട്രീയമാണെന്ന് വരുത്തി വെക്കാനുള്ള വളരെ തന്ത്രപൂർവമായ ഒരു ശ്രമമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KP, തിരുവനന്തപുരത്ത് നിന്നും MK വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.